അപ്പോൾ ഇതൊരു ഏർലി മോർണിംഗ് റൊട്ടീനാണ്. എനിക്കെന്തോ ഈ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒന്നും പറയുന്നത് അത്ര വലുതായിട്ടാണ് സെറ്റ് ആവണില്ല. ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞാലും അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് മാറുകയാണ്. അപ്പോൾ എന്തായാലും കുക്കറിൽ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ചോറിനുള്ള. പിന്നെ അതേപോലെ തന്നെ സോയാബീൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ദോശമാവൊക്കെ ഇങ്ങനെ അടിപൊളിയായി വന്നിക്കണമെന്നൊക്കെ നോക്കാം. അപ്പോൾ അതൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പത്തിന് അനിയത്തി ചട്നിക്കുള്ള തേങ്ങയൊക്കെ ഇങ്ങനെ ചിരകാണ്. അതും ചട്നിയും ഒക്കെ അവിടെ ഇങ്ങനെ റെഡിയാകുന്നുണ്ട്. ഇതാ പിന്നെ ചോറായി. പിന്നെ അതേപോലെ സോയാബീൻ ആദ്യം ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിളപ്പിച്ചത് സ്കൂൾക്ക് കൊണ്ടുപോകും. പിന്നെ എനിക്ക് തോന്നി അത് റോസ്റ്റ് ആക്കാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി സോയാബീൻ അത് കൂടെ കൂട്ടിയിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ മറക്കും. അപ്പോൾ സോയാബീൻ്റെ റോസ്റ്റും ഒക്കെ റെഡി ആയിക്കണം. പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു നോക്കുമ്പോൾ ആളിലൊരാൾ നല്ല പഠിക്കലാണ്. ഓൾക്ക് ഇന്ന് എന്തോ ലാബിൻ്റെ അല്ല മാത്സിൻ്റെ ലാബ് എക്സാമൊക്കെയാണ്. പിന്നെ ഞാനോട് യൂണിഫോമൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അതേപോലെ അവനെ മാറ്റി കൊടുക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ അവനൊന്ന് എണീപ്പിക്കലൊക്കെ ഉമ്മാൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. പിന്നെ ഞാൻ എനിക്ക് ചായക്ക് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു മടിയൊന്നും ഇല്ലാതെ നീച്ചിക്കണം. അല്ലെങ്കിൽ പിന്നെ നീക്കുമ്പോൾ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ആവും. ഇന്ന് സ്കൂളുണ്ട്, പിന്നെ നാളെ സ്കൂളുണ്ടോ, എന്നാൽ ലീവ് കിട്ടുക, ഇനിയിപ്പോൾ ഈ വീക്കിൽ എത്ര ദിവസമാണ് ക്ലാസ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ആവും. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ നേരെ നീക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോൾ പിന്നെ ഓനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോന്നു. ഒരു 7:51 52 ഈ ഒരു ടൈമിലാണ് ഓൻ്റെ ബസ്സൊക്കെ റോട്ടിലെത്തുക. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 37-38 ഇറങ്ങിയാൽ നമുക്ക് മെല്ലെ ഇങ്ങനെ നടന്നു പോയാൽ മതി. ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് തിടുക്കം കൂട്ടേണ്ടി വരും. പിന്നെ അവനെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു പോരുമ്പോൾ പാലൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. പിന്നെ കൊണ്ടാക്കി വന്നിട്ട് വീണ്ടും ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ദോശയൊക്കെ ചുടാണ്. പിന്നെ ദോശയൊക്കെ ചുട്ട് ഒരു അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലത്തെ ദോശയും സോയാബീൻ റോസ്റ്റൊക്കെ തിന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.